പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചകൾ നടന്നതാണ്. പിന്നീട് അത് കോടതിക്ക് പുറത്തുവച്ച് രമ്യമായി ഒത്തുതീർപ്പാവുകയും ചെയ്തു. എന്നാൽ പീഡനക്കേസിലെ പരാതിക്കാരിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനമേറ്റു എന്നുള്ള വാർത്തയാണ് വരുന്നത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിലും ആംബുലൻസിൽ വെച്ചും ഭർത്താവ് മർദ്ദിച്ചെന്നും എന്നാൽ പരാതിയില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. നിയമ നടപടി സ്വീകരിക്കുമെന്ന് യുവതിയുടെ കുടുംബം പ്രതികരിച്ചു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാനായി ചേരും. ഷംസീർ, വീണ്ടും പരാതിക്കാരിയായ ഭാര്യയ്ക്ക് ഭർത്താവ് മർദ്ദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. പക്ഷേ ഇവർക്ക് പരാതിയില്ല, എന്നാൽ കുടുംബം പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള കേസാണ്. അന്ന് വലിയ പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും വിവരണം യുവതി തന്നെയാണ് നടത്തിയത്. മാരകമായി മർദ്ദിച്ചു വന്ന കാര്യം അവർ തന്നെയാണ് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത്. പിന്നീട് പോലീസിലും പറഞ്ഞിരുന്നു. ഹൈക്കോടതി വരെ കേസ് എത്തുകയും ഈ കേസ് പിന്നീട് യുവതി പരാതിയില്ലെന്ന് സത്യവാങ്മൂലം നൽകി പിന്നീട് ഒത്തുതീർപ്പാവുകയും യുവതി ഈ രാഹുൽ പി ഗോപാലിന്റെ കൂടെ തിരികെ പോവുകയുമായിരുന്നു. അതിനിടെയാണ് വീണ്ടും മർദ്ദനമേറ്റ് യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കണ്ണിനും ഒപ്പം തന്നെ ചുണ്ടിനും കഴുത്തിനും പരിക്കുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് യുവതി ആശുപത്രി അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്, പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടിൽ വെച്ചും ആംബുലൻസിൽ വെച്ചും ഭർത്താവ് മർദ്ദിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും യുവതി പോലീസിന് അറിയിച്ചിരിക്കുകയാണ് നിലവിൽ. അതേസമയം തന്നെ രാഹുൽ പി ഗോപാലിനെ ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്നുവെന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. ഇനി വല്ല കേസും പരാതിയും പിന്നീട് വരികയാണെങ്കിൽ നേരത്തെ വിദേശത്തേക്ക് കടന്ന പോലെ മുങ്ങാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു നടപടി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ യുവതിയുടെ കുടുംബം എറണാകുളത്താണ്. അച്ഛനും കുടുംബവും ഒക്കെ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ കുടുംബം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ് അറിയിക്കുന്നത്. ഈ പെൺകുട്ടി ഭർത്തൃ വീട്ടുകാരെ പേടിച്ചാണ് ഇപ്പോൾ പരാതിയില്ല എന്ന് പറയുന്നതെന്നും എന്നാൽ തങ്ങൾ പരാതി നൽകുമെന്നും കുടുംബം പറയുന്നുണ്ട്. ജിൽസി, എന്തായാലും പന്തീരങ്കാവ് സ്ത്രീ പീഡനം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തൊക്കെ ഒരു കേസായിരുന്നു. പിന്നീട് ഈ പരാതി ഉണ്ട് എന്ന് പറഞ്ഞ ഭാര്യ തന്നെ പരാതിയില്ല, ഭർത്താവ് മർദ്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിക്ക് പുറത്ത് വെച്ച് ഒത്തുതീർപ്പായ ഒരു കേസാണ്. അതപ്പോൾ വീണ്ടും ഭാര്യ ഭർത്താവ് മർദ്ദിച്ചു എന്ന പരാതി അവർക്കില്ല എന്ന് പറയുന്നു. പക്ഷേ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും വൺസ് എ ചീറ്റർ ഈസ് ഓൾവേസ് ചീറ്റർ എന്ന് പറയുന്നത് പോലെ മർദ്ദിക്കുന്ന ആൾക്ക് അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട യുവതി പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ അവരുടെ മാതാപിതാക്കൾ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള വിവരങ്ങളാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്.